കാസർഗോഡ് ചന്ദര പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരി ദിവ്യശ്രീയെ ഭർത്താവ് പോലീസുകാരൻ വെട്ടിക്കൊന്നു. ഇന്നലെയാണ് കണ്ണൂരിനെ നടുക്കിയ ഈ സംഭവം ഉണ്ടായത്. കണ്ണൂർ കരിവള്ളൂര് വലിയേരി വീട്ടിലെ ദിവ്യശ്രീ എന്ന പോലീസുകാരി ഫാമിലി കോടതിയിൽ ഭർത്താവിനെതിരായിട്ട് കേസ് കൊടുത്തിരുന്നു. ഇന്നലെയായിരുന്നു ആ കേസ്. കോടതി വെച്ച് കൗൺസിലിംഗ് ഉണ്ടായി. ആ സന്ദർഭത്തിൽ ഭർത്താവ് തൻ്റെ 7 ലക്ഷം രൂപ വാങ്ങിച്ച് കുടിച്ചു കൂത്താടിക്കളഞ്ഞു. അതുപോലെ തന്നെ മാനസികവും ശാരീരികമായി ദൈനംദിനം പീഡിപ്പിക്കുന്നു. ഈ വിവരങ്ങളെല്ലാം പറഞ്ഞു. അതിനുശേഷം അവർ ശബരിമല ഡ്യൂട്ടിക്ക് പോകാൻ തയ്യാറെടുക്കാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം ഭർത്താവ് വീടിൻ്റെ മുറ്റത്ത് വന്നു വിളിച്ചു. എന്തെങ്കിലും രമ്യതയെ പോകാൻ വേണ്ടിയിട്ടായിരിക്കാം ഭർത്താവല്ലേ കേസ് കൊടുത്തെങ്കിലും അയാൾ വിളിക്കുമ്പം ഇവരിറങ്ങിച്ചെന്നു. വൈകിട്ട് 5:30-5:45 ആ സമയം ഇയാൾ കയ്യിൽ ഒളിച്ചു വെച്ചിരുന്ന മണ്ണെണ്ണ അവരുടെ തലയിലേക്ക് ഒഴിച്ചു. അയാളുടെ ബൈക്കിലിരുന്ന വടിവാളെടുത്ത് ഇവരെ വെട്ടി. പല വെട്ടി ഇവർ ഉറക്കെ വിളിച്ചു. പിതാവ് പരമു വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു. ഈ പെൺകുട്ടിയുടെ അമ്മ നേരത്തെ മരിച്ചു പോയിരുന്നു. പിതാവ് പരമു ഇറങ്ങി വന്ന് തടസ്സം പിടിക്കാൻ ചെന്ന പരമുവിനെയും വെട്ടി. ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ ബഹളവും നിലവിളിയും കേട്ട് ഓടിക്കൂടി. ഇവനെ പിടിക്കാൻ ശ്രമിച്ചു. ഇവൻ ബൈക്ക് ഉപേക്ഷിച്ചിട്ട് വടിവാളുമായി ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇല്ലെങ്കിൽ നാട്ടുകാരും അയൽക്കാരും കൈകാര്യം ചെയ്തേനെ. ഇവനെ കിട്ടിയില്ല. സംഭവം കണ്ണൂർ SP ഉൾപ്പെടെയുള്ളവർ സ്പോട്ടിലെത്തി. ചന്ദര പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരിയാണ്. 37 വയസ്സുണ്ട്. മൂത്ത മകന് 7ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഈ ഒരു സംഭവത്തിന് ശേഷം അവിടുന്ന് വടിവാളുമായിട്ട് ഓടി രക്ഷപ്പെട്ട ഇയാളെ അവിടുത്തെ സൈബർ പോലീസിൻ്റെ സഹായത്തോട് അവർ ലൊക്കേഷൻ നോക്കി. ഇയാൾ വടിവാളുമായി ഓടിപ്പോയത് അടുത്തൊരു ബാറിലാണ്. കണ്ണൂരിലെ തെരുവിലെ ഒരു ബാറിൽ ഇയാളെ കണ്ടെത്തി. അവിടെ വെച്ച് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് പിടിച്ചു കെട്ടി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. ഇന്നലെ തന്നെ അവരെ ജീവൻ രക്ഷിക്കാനായിട്ട് അവരെയും പരമുവിനെയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ദിവ്യശ്രീ മരണപ്പെട്ടു, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു. പരമു പരിക്കുകളുടെ ആശുപത്രിയിൽ കിടക്കുന്നു. ഇൻക്വസ്റ്റ് തയ്യാറാക്കി ഇന്ന് പോസ്റ്റ്മോർട്ടം നടക്കും. അവർക്ക് ഒരു സഹോദരിയുണ്ട്, ഒരു മകനുണ്ട്. ഭർത്താവ് സ്ഥിരം കുടിയനാണ്. ഇവരെ വീടിനടുത്തുള്ളവർക്കറിയാം ഇവനൊരു സ്ഥിരം കുടിയനാണെന്ന്. അത് ചുറ്റുമുള്ളവരത് പറയുകയും ചെയ്തു. അയാളോട് ഒപ്പം ജീവിക്കാൻ ഇവർക്ക് കഴിയില്ല. അവരെ മാനസികവും ശാരീരികമായി പീഡിപ്പിക്കുന്നുണ്ട്. അവർ ഒരു കൂട്ടി സമ്പാദിച്ചു വെച്ചിരിക്കുന്ന 7 ലക്ഷം രൂപ കൊണ്ട് കുടിച്ചു തീർത്തു ഇയാൾ. അങ്ങനെയുള്ള ഒരാളുടെ കൂടെ ഇനി ജീവിക്കാൻ കഴിയില്ല. ദിവ്യശ്രീയെ കണ്ണൂർ മെഡിക്കൽ കോളേജിലാണ് അവരുടെ ഡെഡ് ബോഡി ഇപ്പം കിടക്കുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും അയാളെ ഇന്ന് തന്നെ അറസ്റ്റ് റെക്കോർഡ് ചെയ്യാനുള്ള സാധ്യത ചെയ്തിട്ടുണ്ടാവും. എന്തായാലും മദ്യവെച്ച് കൂത്താടി നിൽക്കുന്ന ആ ബാറിൽ വെച്ച് കണ്ടെടുത്ത് അയാളെ പിടിച്ചു കെട്ടി പോലീസ് കൊണ്ടുവന്നു. അയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്ന് കരുതുന്നു. കേരളത്തിലെ മദ്യപാനം വല്ലാത്ത ഒരു നിലവാരത്തിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഡ്രഗ്സിൻ്റെ ഉപയോഗം. ഇപ്പോഴത്തെ ചെറുപ്പക്കാരികളും മദ്യപിക്കുന്നവരാണ്. അങ്ങനെയുള്ള സംഭവങ്ങൾ ധാരാളം കേരളത്തിൽ നടക്കുന്നു. ഒരു കുടുംബത്തിലും ഒരു സമാധാന അന്തരീക്ഷമില്ല. എല്ലായിടത്തും കലുഷിതമാണ് അന്തരീക്ഷം, അസ്വസ്ഥമാണ് ഭാര്യയും മക്കളും. ഭർത്താവിൻ്റെ പെരുമാറ്റം കൊണ്ട് ഭർത്താവിനൊപ്പം മദ്യപിക്കുന്ന സ്ത്രീകളുമുണ്ട് കേരളത്തിൽ. അവരെയും കുടുംബത്തിലെ അന്തരീക്ഷം വളരെ മോശമാണ്. പൊതുവെ കേരളത്തിലെ കുടുംബ അന്തരീക്ഷം വളരെയധികം മാറിയിരിക്കുന്നു കഴിഞ്ഞ 10-15 വർഷം കൊണ്ട്. അമിതമായ മദ്യപാനം, അമിതമായ ലക്ഷറി ആയിട്ടുള്ള ചെലവ്, അമിതമായി പണം പലയിടത്തുനിന്നും സംഘടിപ്പിക്കുക, തട്ടിച്ച് പണം സംഘടിപ്പിക്കുക, എന്നിട്ടുള്ള ലൈഫാണ്. അൺകൺട്രോളബിളായിട്ട് ലൈഫ് മുന്നോട്ട് പോവുകയാണ്. തോന്നുന്ന പോലെ ഭാര്യയും ഭർത്താവും മക്കളും നടക്കുന്ന പല കുടുംബങ്ങളും ഉണ്ട്. എന്തായാലും ചിട്ടയായ കുടുംബജീവിതത്തിൽ നിന്ന് കേരളം, പ്രത്യേകിച്ച് മലയാളികൾ, മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ പരിണത ഫലമാണ് ഇതുപോലെ. പോലീസിനാണ് 2 പേര് എങ്കിലും പോലീസുകാരനായ ഭർത്താവ് വെട്ടിക്കൊല്ലുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. മദ്യപാനമാണ് അതിൻ്റെ
കൃത്യമായ അതിൻ്റെ ഹേതു. അതുകൊണ്ട് മദ്യപാനം സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് പറയാതിരിക്കാൻ ഒക്കില്ല. അതിൻ്റെ ഒരു വരുമാനം കൊണ്ടാണ് പലർക്കും ശമ്പളം കിട്ടുന്നത് തന്നെ. അത് തന്നെയല്ല, സർക്കാരിൻ്റെ നയം മാറണം, നമ്മുടെ കുടുംബാന്തരീക്ഷം മാറണം. പൊതുവെ കേരളത്തിലെ എല്ലാ കുടുംബങ്ങളിലും ഈ അരക്ഷിതാവസ്ഥയുണ്ട്. മദ്യപാനം കൊണ്ടും ഡ്രഗ്സ് കൊണ്ടും മക്കളും ഒക്കെ ഡ്രഗ്സ് അടിക്കാൻ തുടങ്ങി. ചിട്ടയായ ഒരു ജീവിതത്തിലേക്ക് മലയാളികൾ മടങ്ങി വരണം. അല്ലെങ്കിൽ വളരെയധികം നാശനഷ്ടങ്ങൾ കുടുംബങ്ങളിലും സമൂഹത്തിലും ഉണ്ടാവും എന്നാണ് ഇതുപോലുള്ള സംഭവങ്ങളിൽ നമ്മൾ പഠിക്കേണ്ട പാഠം.